തേങ്ങ ചിരട്ടി തരാൻ പറഞ്ഞിട്ട് മണിക്കൂറൊന്നായി ഫോണും പിടിച്ചോണ്ട് മുറ്റത്ത് നടക്കര എന്നെ 24 മണിക്കൂർ. അതെ ഫോൺ എടുത്ത് വല്ല കാട്ടിലും പിടിച്ച് കളഞ്ഞായിരുന്നു ഈ കാര്യങ്ങൾ നടന്നേനെ. ക്ലീറ്റോ ക്ലീറ്റോ ഒന്നിങ്ങോട്ട് വരേ. പെണ്ണിന് പോവാനുള്ള ദൈവം തമ്പുരാനെ, നീ കുളിച്ചില്ലേ ഇതുവരെ? നിനക്ക് ട്യൂഷൻ പോണ്ടേ? അയ്യോ ട്യൂഷൻ ഫീസ് അടച്ചില്ല. ഫീസാ? എന്ത് ഫീസ്? ട്യൂഷൻ ഫീസ് കഴിഞ്ഞ ആഴ്ചയും കൂടെ ടീച്ചർ പറഞ്ഞല്ലോ ട്യൂഷൻ ഫീസും കൊണ്ടുവരാവുള്ളൂ. ഞാൻ പോകുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാ മതിയടി. നീ ചോദിക്കുമ്പോ പൈസ എടുത്തു തരാൻ ഇവിടെ വെച്ചേക്കാണ്. മരഞ്ഞു പോയി. മറന്നുപോയല്ലേ? അത് സാരമില്ല, നമുക്ക് പറ്റൂല. ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ പോകാനില്ലെന്ന് ക്ലാസ്സിൽ കേരളെന്നാണ് പറഞ്ഞ. എന്റെ കൊച്ചെ അമ്മ വിളിച്ചു പറഞ്ഞോളാടി സാറിനെ. അമ്മ ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ ക്ലാസ്സിൽ കേരളെന്ന്. ഫീസ് അടയ്ക്കാൻ നാളെ അടയ്ക്കാൻ കുഞ്ഞിന്ന് പോയിട്ട്. പറ്റൂലെന്ന് കഴിഞ്ഞ ആഴ്ചയും കൂടെ പറഞ്ഞല്ലേ ഉള്ളൂ. ആ എന്നാ ശരി, ഫീസ് തരാം. അമ്മ പോയിട്ടുമ്പോ ചെല്ലും, അമ്മ അങ്ങോട്ട് കൊണ്ടുതരാം. കുഴപ്പമില്ല അമ്മ, ഇന്ന് പോവാം. മടിയല്ലേ മടിയല്ലേ നിനക്ക്? പോയി കുളിക്കടി. അപ്പന്റെ മോള് തന്നെ നോണച്ചിപ്പാറു. അത് നിങ്ങളെ അങ്ങനെ സംസാരിച്ചാൽ ശരിയാവില്ല. അത് വേറൊന്നുമല്ല, എന്താണെന്നറിയാമോ, ഇപ്പൊ ഡീസൽ വണ്ടിക്ക് പഴയ ഡിമാൻഡ് ഒന്നും ഇല്ലാന്നേ. ഡീസൽ വണ്ടിയിൽ പെട്രോൾ എഞ്ചിൻ കയറ്റാന്നാ. അത് വേണ്ടടേ, ഇയാളൊരു കാര്യം ചെയ്യും, കുറച്ച് പെട്രോൾ വാങ്ങിച്ച് ഡീസലിന്റെ വണ്ടിക്കകത്ത് ഒഴുകി. ഇയാളുടെ വണ്ടി ആ വിലയ്ക്കാണെങ്കിൽ എനിക്ക് നോട്ടമുള്ളൂ. പിന്നെ വെച്ചാരാ വേറെ കൊടുത്തോ. ഓ ശരി ശരി. പിന്നെ അതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ വണ്ടി കിട്ടില്ലല്ലോ. കഴിഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറെ നാളായല്ലോ നിങ്ങൾ ഈ വണ്ടി കച്ചവടം തുടങ്ങിയിട്ട്? എന്നും വണ്ടി കച്ചവടം. ഇനി ട്രെയിനായിട്ടേ വിൽക്കാനുള്ളൂ, ബാക്കി എല്ലാം വിറ്റ് കഴിഞ്ഞു. ട്രെയിൻ ഞാൻ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ എന്റെ പൊന്നു ക്ലീറ്റോ. എന്തടി നിനക്ക് രാവിലെ? നിനക്ക് എന്തിന്റെ കുഴപ്പം? ഇന്നിപ്പോ ആരായിരുന്നു നേരാ? അത് നമ്മുടെ ഫ്രൂട്ട്സ് കട അൻസാറിനൊരു വണ്ടി വേണമെന്ന് പറഞ്ഞു. ഇന്നും ഫ്രൂട്ട്സ് കട അൻസാറ് തന്നെ. അയക്ക് കൊടുക്കുന്ന വണ്ടിയൊക്കെ എന്ത് ചെയ്യണം? എല്ലാ ഇന്നലെ വിറ്റാറുന്നല്ലോ ഒരെണ്ണം. അവന് ഞാനും അത് ആലോചിക്കണം. അവന് ഞാൻ എല്ലാ മാസവും ഓരോ വണ്ടി 2 വണ്ടി എടുത്തു കൊടുക്കും. അവൻ ആ വണ്ടിക്ക് ഓരോ കുറ്റവും കുറവും പറഞ്ഞ് അതങ്ങ് വിൽക്കുവാണ്. ചോദിക്കുമ്പോൾ പറയും നഷ്ടമാണെന്ന്. എനിക്കിപ്പോൾ ഒരു സംശയം, ഇവൻ വണ്ടികൾ ലാഭത്തിന് മറിച്ച് വിൽക്കുകയാണോ? വണ്ടി കച്ചവടം പറഞ്ഞിട്ടുണ്ടോ? ചെയ്യണുണ്ടാവും. ലോകത്തെ എല്ലാവരും നിങ്ങളെ പറ്റിക്കും. നിങ്ങൾ പൊട്ടനാണല്ലോ. എന്നിട്ട് എനിക്ക് കമ്മീഷനായിട്ട് തരുന്നത് കുറേ അഴുകിയ ഫ്രൂട്ട്സും ആപ്പിളും അതും ഇതുമൊക്കെയാണ്. നിങ്ങൾ ഈ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചിന് 300 രൂപ വേണമെന്ന് പറയുന്നുണ്ട് ട്യൂഷൻ ഫീസിന്. അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുക. അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു കൊടുക്കാം, കൊടുത്ത പോലെ തന്നെ. എന്നിട്ട് അവിടെ നിന്ന് ട്യൂഷന് പോയി. എന്ത്? ഞാൻ അവിടെ പോയി കാശ് മേടിക്കുമെന്ന് നീ വിചാരിക്കണ്ട കേട്ടോ. എല്ലാ ദിവസമൊക്കെ നടക്കാറ് ഇവിടെ. ഞാൻ ഇന്നേ വരെ അവിടെ പോയി കാശ് മേടിച്ചിട്ടില്ല. ഒന്നീ അമ്മ കാശ് ഇവിടെ കൊണ്ട് തരാറുള്ളത്. എന്റെ പൊന്നു ക്ലീറ്റോ, തമാശ പറഞ്ഞിരിക്കല്ലേ, അവർക്ക് ട്യൂഷൻ മുടങ്ങും. എടി നീ പോയി ചോദിക്കും, ഞാനിത് നോക്കിക്കോളാം. പോ. അയ്യാ, ഇത് കിണറ്റിമേ കൊണ്ട് കളയാനുള്ളതല്ല, അത് കൊച്ചിന് കൊടുക്കാനുള്ളതാ. പിന്നെ ഞാൻ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ അമ്മയുടെ അടുത്ത് പോയി പൈസ മേടിച്ചാൽ മതി. തങ്കം, ഞാൻ അവിടെ പോയി കാശ് മേടിച്ചോണ്ട് കൊച്ചു ട്യൂഷന് പോകും നീ വിചാരിക്കും. എന്താണ് കുഴപ്പം? ഒന്നും അറിയത്തില്ല. നിന്റെ ആങ്ങളെ വായി നോക്കി അവിടെ ഇരിപ്പുണ്ട്. ആങ്ങളുടെ കയ്യിൽ നിന്നല്ലല്ലോ നിങ്ങൾ മേടിക്കുന്നത്, അമ്മയുടെ കയ്യിൽ നിന്നല്ലേ? അവന്റെ മുന്നേ കൂടെ തന്നെ ഞാൻ കയറി പോവാൻ ആ വീട്ടില്. നിങ്ങൾ അവന്റെ മുഖത്തോട്ട് നോക്കണ്ട, കണ്ണടച്ചു പിടിച്ച് അങ്ങോട്ട് പോക്കോ. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. പിന്നെ നിനക്ക് എന്റെ വിലയും നിലയും കളയിക്കുക, അത് തന്നെയാണ് നിന്റെ ഉദ്ദേശം. വിലയും നിലയുള്ള ആള് എന്റെ അമ്മ എന്നെ പറയിപ്പിക്കല്ലേ. എനിക്ക് ഉണ്ടായിരുന്നേ, നിന്നെ കെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന ശേഷം നിന്നെ അതൊക്കെ നഷ്ടപ്പെട്ടു. അതൊക്കെ പറ, നാട്ടുകാര് കേൾക്കും. അതന്നെ എനിക്കും പറയാനുള്ളത്, നാട്ടുകാർ കേൾക്കും. അധികം ഇരുന്ന് ശൃംഗരിക്കാതെ പോയി മേടിച്ചോണ്ട് തന്നെ ഉണ്ടോ നിങ്ങള്? എനിക്ക് പറ്റില്ല. പറ്റൂലേ നിങ്ങക്ക്? നീ വേണേ പോയിട്ട് വാ. പറ്റൂലേ? എന്താണെന്നറിയാമോ, ഞാൻ പോയിട്ട് അവൻ്റെ മുന്നേ കൂടെ പോയി അവൻ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു കാര്യം ചെയ്യും, വെറുതെ ചോദിക്കണ്ട, കടം മേടിച്ചാൽ മതി അമ്മയുടെ കയ്യിൽ നിന്ന്. കടമായിട്ട് തന്നെ. പക്ഷേ നിന്റെ ആങ്ങളെ എന്നെ എന്തെങ്കിലും പറയുമെങ്കിൽ ഞാൻ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കൂല, കാശ് മേടിക്കാതെ ഞാൻ വരും. എൻ്റെ വില കളഞ്ഞ നിനക്ക് സന്തോഷമാവും. ദൈവമേ, അല്ല ക്ലീറ്റസ് എന്ത് രാവിലെ? ഒന്നുമില്ല അമ്മ, ഞാൻ അമ്മയൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഒരു ഗ്ലാസ് ചായ ഇങ്ങെടുക്ക്. ക്ലീറ്റസ് വന്നു. ചായ ഞാൻ ഇപ്പോൾ കുടിച്ചമ്മ, വേണമെന്നില്ല. ഞാൻ ഒരു ഗ്ലാസ് ചായയും കൂടെ ഒക്കെ കുടിക്കാം. അല്ല ഇന്ന് പാർട്ടി പരിപാടി ഒന്നും ഇല്ലയോ? പാർട്ടി ഇന്നലെ മണ്ഡലം കമ്മിറ്റി ആയിരുന്നു. എന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഇപ്പോൾ തീരുമാനം പാർട്ടിയുടെ. നന്നായി, ഇനി അതും കൂടെ വേണ്ടു.
എന്നിട്ട് വേണം മണ്ണാൻ പറ്റി പൊളിക്കാൻ. അമ്മയും വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യോ ഒന്നും പറഞ്ഞില്ലേ, ഞാൻ പത്രത്തിൽ എന്തോ വായിച്ചതാ. ഓ എന്താ ചേട്ടാ രാവിലെ തന്നെ? എടി നിന്റെ ചായ കൊടുക്കാനേ പറഞ്ഞോളൂ, ചായ കൊടുക്ക്. അമ്മയൊന്ന് കാണാൻ വന്നതാ. വിശേഷം അറിയുന്നു. ഇനി അവിടെ നിൽക്കണ്ട, ആ അരിയൊക്കെ തിളച്ച് പോവാ, അങ്ങോട്ട് ചെല്ല്. ഇതെന്താ ഇവിടെ എല്ലാരും പൊട്ടം കടിച്ചു രാവിലെ തന്നെ? അമ്മ ഒരു 300 രൂപ വേണമായിരുന്നു. തക്കളി മോളുടെ ട്യൂഷൻ ഫീസ് കൊടുക്കാനാ. മറ്റന്നാ ഞാനങ്ങ് തിരിച്ചു തരാം. തരുമെങ്കിൽ വാങ്ങിച്ചോ, പക്ഷെ നാളെ തരാം മറ്റന്നാ തരാന്നൊന്നും പറയരുത്. അമ്മാതിരി പ്രതിജ്ഞ ഒന്നും എടുക്കരുത് കേട്ടോ. അതെ, മറ്റന്നാ കൊടുക്കൂന്ന് പറഞ്ഞാൽ ഈ ക്ലീറ്റോ കൊടുക്കും. കഴുത്തിന് മേളില് ജീവൻ ഉണ്ടെങ്കിൽ ക്ലീറ്റോ അത് കൊടുത്തിരിക്കും. ഞാൻ മറ്റന്നാ തരുമമ്മ. ആ അങ്ങനെയാണെങ്കിൽ അമ്മ മറ്റന്നാ കഴിഞ്ഞാല് അമ്മക്ക് കുറച്ച് പൈസ ഇവിടെ ചെലവാകും. അതെന്തിനടാ? അല്ല ഇവന്റെ കഴുത്തിന്റെ മുകളിൽ തല കാണൂലല്ലോ, അപ്പൊ ശവപ്പെട്ടി വാങ്ങിക്കാൻ. നീ ഒന്ന് വെറുതെ ഇരിക്കടാ. ക്ലീറ്റ ശരിക്ക് പറയട്ടമ്മേ പറയട്ടെ. ഞാൻ കാശ് എടുത്തോണ്ട് വരാം. എടാ നാണുണ്ടോ നിനക്ക്? ഏത് സമയത്തും അമ്മയുടെ കയ്യിൽ നീ പൈസ വാങ്ങിച്ചോണ്ട് പോകാം. ഒരു 300 രൂപ എടുക്കാൻ നിനക്കില്ലേ? അതെ, ഇത് ഔദാര്യമായിട്ടല്ല, ഞാൻ കടമായിട്ടാ ചോദിച്ചാൽ അത് ഞാൻ തിരിച്ചു കൊടുത്തോളാം. ഇപ്പൊ അമ്മയുടെ ഈ പൈസ വരവ് നിന്നു എന്ന് വിചാരിക്കും. അമ്മയ്ക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ച് ഈ പെൻഷൻ കാശ് നിന്നു, അപ്പൊ നീ ആരോട് എന്ത് പോയി ചോദിക്കും? ഓ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും എന്റെ തങ്കം മാത്രമാണ് ആ പൈസ ഉപയോഗിക്കുന്നതെന്ന്. നീ നിന്റെ കെട്ടിയോട് നല്ലൊരു ഓഹരി വിഴുകുന്നുണ്ടല്ലോ. ആ വിഴുങ്ങടാ, അത് വിഴുങ്ങി കഴിഞ്ഞാൽ എനിക്ക് ദഹിക്കും. ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാണ്. പക്ഷെ നിനക്ക് ദഹിക്കോ? ദഹിക്കില്ലല്ലോ. എനിക്ക് ദഹിക്കില്ലെങ്കിൽ ഞാൻ ഒരു ലക്ഷം ഇഞ്ചി ഇവിടെ ചവച്ച് തന്നോളാം. പക്ഷെ എന്റെ ഭാര്യയ്ക്കും എന്റെ മോക്കും കൂടെ അവകാശപ്പെട്ട തന്നെയാണ് ആകാശം. അവർക്ക് ദഹിക്കും. അവർക്ക് ദഹിക്കും, പക്ഷെ നിനക്ക് ദഹിക്കില്ല. ഓ ആ, ദഹിക്കാത്തൊന്നും കഴിക്കരുത്. എനിക്ക് ദഹിക്കില്ല അല്ലേ? വേണ്ടടാ, വേണ്ട. ദഹിക്കാത്തതൊന്നും ഈ ക്ലീറ്റോയ്ക്ക് വേണ്ട. ഇത്തിരി ഞാൻ കുടിച്ചത് ഉള്ളിൽ പോയി, അത് ഞാൻ ഛർദ്ദിച്ച് കളഞ്ഞോളാം. അതെ, നാണം കെട്ട പലവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വൃത്തിയായിട്ടവനെ ഞാൻ ആദ്യമായിട്ട് കാണുക. വീട്ടിൽ കയറി വരുന്ന ഒരാളിന് വെള്ളം കൊടുത്തിട്ട് അത് ദഹിക്കില്ല എന്ന് പറയുന്നത്. നീ ഇത്രയും ചെറ്റായി പോലടാ, ചെറ്റ. മര്യാദക്ക് സംസാരിക്കട്ടാ. എന്ത് മര്യാദക്ക് സംസാരിക്കാതെ ഞാൻ നിന്റെ വീട്ടിൽ കയറി വന്നു പോയി. പറയേണ്ടവരോടെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തവരോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറയേണ്ടവരോട് നീ ഇല്ലമ്മേ, വേണ്ടമ്മേ. എന്താ ക്ലീറ്റസേ? ഇല്ല, മതിയായി അമ്മ, എനിക്ക് തൃപ്തിയായി. അവനെന്തോ പറഞ്ഞു കാണുമല്ലോ. അവനെന്തോ ഈ ചായ കുടിച്ചാൽ ദഹിക്കില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ അവന് ദഹിക്കില്ല അത്ര. എടാ നീ ചായ എടുത്ത് കുടിച്ചിട്ട് അമ്മ വേണ്ടമ്മേ, അവൻ പറഞ്ഞത് അങ്ങനെയല്ലേ. വേണ്ട, എനിക്ക് വേണ്ട. എങ്ങനെ അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ ഒരുത്തം വന്ന് പറഞ്ഞേ? എടാ നീ അതൊന്നും പറയാതെ ഈ കാശ് പിടിക്കുക. വേണ്ടമ്മേ, കാശ് വേണ്ട. എടാ ഞാനാണ് പറയുന്നത്, നീ കാശ് പിടിക്കണം. 2 ദിവസം ട്യൂഷൻ ഫീസ് കൊടുക്കാൻ വൈകിയെന്ന് പറഞ്ഞ് ഭൂമി വിളിക്കൊന്നും ഉണ്ടാവില്ല. വേണ്ട. എടാ പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കണം. അതിനൊരു അമ്മയുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല അമ്മേ. പിന്നെ ഈ 300 രൂപ എന്റെ കഴുത്തിന് മുകളിൽ ജീവനുണ്ടെങ്കിൽ മറ്റന്നാൾ ഈ കാശ് ഞാൻ തന്നിരിക്കും. ഒന്ന് നിർത്തടാ ഈ പുളു. നീ കുറെ നേരമായാലോ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല എന്ന് പറയണത്. നീ എന്റെ തല വേറാക്കൽ കൊടുക്കാൻ പോണം. എടാ, മാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ലീറ്റോ അതിനും തയ്യാറാവും. അല്ല നിന്നെ പോലെ അല്ല കേട്ടോ. എടാ ഈ ചായ എടുത്ത് കുടിച്ചിട്ട് പോ. അയ്യോ, കുടിച്ചിടത്തോളം മതി അമ്മേ, മതി. ഇനി ഈ വീട്ടിൽ നിന്ന് ദാഹിച്ച് ഒരു തുള്ളി വെള്ളം ഈ ക്ലീറ്റോ കുടിക്കത്തില്ല. അത് ക്ലീറ്റോയുടെ ശബ്ദമാണ്. പിന്നെ ഭയങ്കര അവനെ കാണുമ്പോ ഒരു ചൊരുക്ക്. എന്തമ്മ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാഞ്ഞിട്ടാണ് അവൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇറങ്ങി പോയത്. എന്റെ അമ്മ, ഞാൻ ഒരു തമാശ പറഞ്ഞു നോക്കിയതാണ്. ആ മന്ദം കണാപ്പൻ അത് മനസ്സിലായില്ല. അതിന് ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഓ, എന്ത് കൂടുന്നെന്ന് അമ്മ പറയുന്നത്? ഓ, അവരൊരു ഉദ്യോഗസ്ഥൻ. എന്താണ്? എന്നാ ഇതങ്ങടെ അകത്തോട്ട് കൊടുത്തര്. ഇതെന്താ ഇത്? ഇത് ഇത്തിരി പോത്തിറച്ചിയാടാ. പോത്തിറച്ചിയോ? എന്താ? എന്റെ ചേട്ടന്റെ മോള് പ്രസവിച്ചാരും നിന്നോട് പറഞ്ഞിട്ടുണ്ടായില്ലേ? ആ കൊച്ചിന്റെ മുടി കളച്ചിലാണെന്ന്. ഓ അത് ശരി. അതിനിപ്പോ ഈ മുടി കളയണ ദിവസമേ ഞങ്ങളൊരു മൃഗബലിയൊക്കെ നടത്തി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത്തിരി ഇറച്ചി കൊടുക്കും. അതൊരു ചടങ്ങുള്ളതാണ്. ഓ ശരി. അപ്പൊ നല്ല സാധനമായിരിക്കുമല്ലോ. പിന്നെ ഇത് നീ മാർക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന കെട്ടിറച്ചിയൊന്നുമല്ല. ഇത് കിടാവിനെ മേടിച്ച് നമ്മ വീട്ടില് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് വളർത്തി വലുതാക്കി ഇറക്കണ ഇറച്ചിയാണ്. ഓ അത് ശരി. കഴിച്ചു നോക്ക്, നീ അപ്പൊ അതിന്റെ വിവരം അറിയും. ആയിക്കോട്ടെ. അപ്പൊ നാളെ വരില്ലേ? നാളെ ഞാൻ വരാം. ഇത് 2-3 സ്ഥലത്തും കൂടി കൊടുക്കണേ. ആയിക്കോട്ടെ. അപ്പൊ കൊച്ചാപ്പാടെ വീട്ടിലൊന്ന് കയറണം. ഇന്ന് തന്നെ വെക്കണേ അത്. ഓ പിന്നെ ജമന്തി, ജമന്തി എന്നാ ഇതാങ്ങ് വെച്ചോ. Alien versus Alien.